എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ വാർത്തകളും വളരെ കൃത്യമായി ഏറ്റവും വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നും വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്ന മാധ്യമധർമ്മം അത് കൃത്യമായി നിർവഹിച്ചിട്ടുള്ളതാണ് മറുനാടൻ മലയാളി. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുക്കം വിശ്വസനീയമായ സ്രോതസ്സിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് സാമുവൽ ജെറോം എന്ന നിമിഷപ്രിയയുടെ അറ്റോർണി എന്ന പേരിൽ സ്വയം അങ്ങനെ പറഞ്ഞു നടന്നിരുന്ന വ്യക്തി 37 ലക്ഷത്തോളം രൂപ പ്രീ നെഗോഷിയേഷൻ എന്ന പേരിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിലെ സാധാരണക്കാരായ ആളുകൾ പിരിച്ചെടുത്ത പണം അത് സ്വന്തം ആവശ്യത്തിനായി ചെലവാക്കി തലാലിൻ്റെ സഹോദരനായ അബ്ദുൽ ഫത്താ മഹദിയോടോ അല്ലെങ്കിൽ തലാലിൻ്റെ കുടുംബത്തിനോടോ ചെന്ന് സംസാരിച്ചിട്ട് പോലുമില്ല ഈ സാമുവൽ ജെറോം എന്നത് അത് മറുനാടൻ സ്പെഷ്യലിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിമിഷപ്രിയയുടെ അമ്മയെക്കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലാണ്. യമനിലേക്ക് പ്രേമകുമാരിയെ കൊണ്ടുപോകുന്നത് ഈ സാമുവൽ ജെറോമാണ്. സാമുവൽ ജെറോം നിമിഷപ്രിയയുടെ അമ്മയെ കൊണ്ടുപോകുന്നത് അവിടെ ഉണ്ടായിരുന്ന തലാലിൻ്റെ കുടുംബത്തോട് സംസാരിക്കാനാണെന്നും നെഗോഷിയേഷൻ, അതായത് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള പരിപാടികളുടെ ഭാഗമാക്കാനും ഒരു അമ്മ സ്വന്തം മകളെക്കുറിച്ച് പറയുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഇമോഷണലായി വരുന്ന വൈകാരികമായ വിഷയത്തെ അവർക്ക് സമീപിക്കാൻ സാധിക്കുമെന്നും അതിന് നിമിഷപ്രിയയുടെ അമ്മ ആവശ്യമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന് നിമിഷപ്രിയയുടെ അമ്മ കഴിഞ്ഞ ഏപ്രിലിൽ യമനിലെത്തുന്നു. ശേഷം കഴിഞ്ഞ ഈ വർഷം 2025 ഏപ്രിലിൽ നിമിഷപ്രിയയെ അവർ ജയിലിൽ പോയി കാണുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സാമുവൽ ജെറോം എന്ന് പറയുന്ന ഈ ഫ്രോഡിൻ്റെ വീട്ടിൽ ഹൗസ് അറസ്റ്റിലാണ് നിമിഷപ്രിയയുടെ അമ്മ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കൊക്കെ മുൻപ് നിമിഷപ്രിയയുടെ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട അംഗങ്ങളോട് ഈ നിമിഷപ്രിയയുടെ അമ്മയെ തനിക്കിങ്ങനെ നോക്കാൻ സാധിക്കില്ല, അവർ വീടൊക്കെ വൃത്തികേടാക്കുന്നുണ്ട്, അവർക്ക് അങ്ങനെ അധികം നാൾ അവിടെ തുടർന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന സാമുവൽ ജെറോം പണമിടപാടിലെ താൻ നടത്തിയ കള്ളത്തരം പുറത്തായതോടുകൂടി നിമിഷപ്രിയയുടെ അമ്മയെ മോചിപ്പിക്കാൻ തയ്യാറല്ല. കഴിഞ്ഞ ദിവസം തലാലിൻ്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചർച്ചകൾക്ക്, ഈ നെഗോഷിയേഷനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചർച്ചകൾക്ക് സാമുവൽ ജെറോം എന്ന് പറയുന്ന ഈ ഗജ ഫ്രോഡ് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്ന യമനിലെ സുപ്രീം കോടതിയിലെ വിധിക്ക് ശേഷം കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സാമുവൽ ജെറോം തന്നെ വന്ന് കണ്ടുവെന്നും പറയുന്നു. അതായത് സാമുവൽ ജെറോം എന്ന് പറയുന്ന ചെന്നായിയുടെ യഥാർത്ഥ മുഖം ഇന്നലെ വ്യക്തമായിരുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മൾ നിമിഷപ്രിയയുടെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നത്. ആദ്യം ഈ ന്യൂസ് നമ്മളോട് സംസാരിച്ചത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ട്രഷററായിട്ടുള്ള കുഞ്ഞുമുഹമ്മദ് കൂരാച്ചുണ്ടാണ്. അദ്ദേഹം മറുനാടിനോട് സംസാരിച്ച വാക്കുകൾ നിങ്ങൾക്കിപ്പോൾ കേൾക്കാം. അമ്മയെ ഇപ്പൊ ഈ അമ്മയെയും കൂട്ടി ഈ കുടുംബത്തിലേക്ക് പോകാൻ സാമൂലാവോ? ഇല്ല. പിന്നെ ആ അമ്മയെ എന്ത് നിർത്തിയതാ? അപ്പം അമ്മയെ ഒരു ബന്ദിയാക്കി, അമ്മയെ ഒരു കവചമാക്കി ഇത്രയും കാലം സാമുവൽ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ ആവശ്യമില്ല. അപ്പോ അമ്മ രോഗാതുരമാണ് എന്ന് പല ഘട്ടങ്ങളിലും അമ്മയെ കൊണ്ടുപോകണമെന്ന് കഴിഞ്ഞ 10 ദിവസം മുമ്പ് വരെ പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ ഇപ്പോൾ പോകുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അത് അമ്മയുടെ തീരുമാനമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി അമ്മയുടെ തീരുമാനമാണെങ്കിലും അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അമ്മ അവിടെ തുടരട്ടെ. പക്ഷേ അമ്മയെ ബന്ദിയാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല സാമുവൽ എന്നാണ് ഇതിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കാനുള്ളത്. നോക്കൂ, സാമുവൽ ജെറോം എന്ന് പറയുന്നത് ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്, ഒരു പെന്തക്കോസ്ത് പാസ്റ്ററാണ്. ഇദ്ദേഹം പണമിടപാടിൻ്റെ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുകയും അടുത്തിടെ നാട്ടിൽ സ്ഥലമൊക്കെ വാങ്ങിച്ചതെന്നാണ് അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, നിമിഷപ്രിയയുടെ അമ്മയെ നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നതുമുണ്ട്. നിമിഷപ്രിയയുടെ അമ്മയുടെ വാട്സപ്പ് അടക്കമുള്ള അവരോട് നമുക്ക് ബന്ധപ്പെടാൻ സാധ്യതയുള്ള എല്ലാ ആശയവിനിമയ മാർഗങ്ങളും സാമുവൽ ജെറോം മുറിച്ച് കളഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ വാട്സപ്പ് അക്കൗണ്ട് ഉൾപ്പെടെ ഹാക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഈ സാമുവൽ ജെറോം ഇപ്പോൾ ആകെ പ്രതിസന്ധിയിൽ. താൻ ഒരു കാര്യങ്ങളും നിമിഷപ്രിയയുടെ മോചനത്തിനായി ചെയ്തിട്ടില്ല എന്ന് പുറം ലോകം അറിഞ്ഞതോടുകൂടി, മാത്രമല്ല ഇത് കൃത്യമായി പുറത്തറിയുന്നത് എപ്പോഴാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാന്തപുരം മുസ്ലിയാർ യമനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത, അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനുണ്ടായിരുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുൻപ് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം സാധ്യമായതാണ്. സാമുവൽ ജെറോം ഒന്നും ചെയ്തിട്ടില്ല എന്നത് കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ സാമുവൽ ജെറോം പെട്ടുപോകുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സാമുവൽ ജെറോം പിന്നീട് തീരുമാനിക്കുകയുണ്ടായി താൻ ചെയ്തിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി നിമിഷപ്രിയയുടെ അമ്മയെ
തനിക്കൊപ്പം നിർത്തണം. അതായത് നിമിഷപ്രിയയുടെ അമ്മയെ പുറം ലോകത്തേക്ക് വിടുന്നില്ല എന്ന് മാത്രമല്ല, നിമിഷപ്രിയയുടെ അമ്മയുടെ എന്ന രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവന, അതായത് സാമുവൽ ജെറോമിനെ അനുകൂലിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവനയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും സാമുവൽ ജെറോം പറഞ്ഞു പഠിപ്പിച്ചതോ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ അമ്മയുടെ എന്ന രീതിയിൽ സാമുവൽ ജെറോം പ്രചരിപ്പിക്കുന്നതോ ആണ്. നോക്കൂ, ഒരാൾ തൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഒരാൾ താൻ പെട്ടുപോകുന്ന അവസ്ഥയിൽ അവരെ വീട്ടിനുള്ളിൽ തടങ്കലിൽ വെക്കുന്ന അവസ്ഥ. എന്തായാലും സാമുവൽ ജെറോമിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കുന്നു. 37 ലക്ഷത്തോളം രൂപയാണ് സാധാരണക്കാരായ ആളുകളിൽ നിന്നും പ്രീ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ് മേടിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സാമുവൽ ജെറോമാണ് ദിയാധനത്തിന് ഇത്രയധികം പണം ആവശ്യമുണ്ടെന്നും അത് പിരിക്കാനുമൊക്കെ ആയിട്ട് ആഹ്വാനം ചെയ്യുന്നത്. നോക്കൂ, ഈ തലാലിൻ്റെ കുടുംബത്തിനടുത്ത് പോയി നിന്ന് സംസാരിക്കുക പോലും ചെയ്യാതെ ദിയാധനം തലാലിൻ്റെ കുടുംബം ആവശ്യപ്പെടുക പോലും ചെയ്യാത്ത സാഹചര്യത്തിൽ $8 ലക്ഷം ആവശ്യമുണ്ടെന്നൊരു കള്ളവാർത്ത, ഒരു വ്യാജ വാർത്ത അടിച്ചിറക്കി അതും അടിച്ചു മാറ്റാനുള്ള ശ്രമമായിരുന്നു സാമുവൽ ജെറോം നടത്തിയിരുന്നത്. എന്തായാലും ഇതൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും യമനിലാണ് സാമുവൽ ജെറോം ഉള്ളത്. ഇയാളെ കോൺടാക്ട് ചെയ്യാൻ നിലവിൽ ഒരു മാർഗവുമില്ല. ഇന്ത്യയിൽ നിന്നും നിരവധി ആളുകളും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കള്ളത്തരമൊക്കെ നടത്താനെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ തന്നെ അറിയിക്കും. എന്തായാലും സാമുവൽ ജെറോം പെട്ടിരിക്കുന്നു. നിമിഷപ്രിയയുടെ അമ്മ നിലവിൽ വീട്ടുതടങ്കലിലാണ്.